ബജാജിലൊരു ബൈ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസിലാണ് എൻട്രി എടുത്തത്. ഇപ്പം 1500 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ എൻട്രി എടുത്ത ലെവല് 30 ക്വാണ്ടിറ്റി ഉള്ളൂ. ഈ മാസം ഞാൻ പറഞ്ഞ പോലെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 6890 എൻട്രി എടുത്തത്. 6890. ഓക്കെ, ഈ ഒരു ലെവലിലാണ് എൻട്രി എടുത്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 6879 ആണ്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, 6879 ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ലെവലിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, 12 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. ഓൾറെഡി നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓൾറെഡി 65 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1:5.34 ആണ് റിസ്ക് റിവാർഡ് റണ്ണിങ്. ലെറ്റ്സ് സി. ഇനിയിപ്പോൾ 2000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ്. ഇന്നലെ നമുക്കൊരു ഈ ഒരു ബ്രേക്ക് ഔട്ട് തൊട്ട് മുന്നേ എൻട്രി എടുത്തത്. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് 12 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ്. ലെറ്റ്സ് സി ട്രേഡ് എങ്ങനെ പോകും നോക്കാം. സോ ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 2600 അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. 6989 തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ ഹിറ്റായാലും എനിക്ക് ലോസ് ഇനി വരാനില്ല. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ബ്രേക്ക് ഈവനിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഓൾറെഡി റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 1:7 കിട്ടിയതാണ്. ട്രേഡ് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേഡ് എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് എൻട്രി എടുത്തത്. ഇന്നലെയും നല്ലൊരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഓക്കെ, ഇന്നലെ റിസൾട്ടായിരുന്നു ബജാജ് ഫിനാൻസിൻ്റെ. സോ അതനുസരിച്ച് ഇന്നലെ നമുക്ക് ട്രേഡ് കിട്ടിയില്ല, ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. 5 മിനിറ്റ് നോക്കുവാണെങ്കിൽ ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു, ഒരു ഡെഡ് സൈഡ് വേസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് ആകപ്പാടെ കിട്ടിയത് ഇവിടെ ഒരു ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതും വാലിഡ് ആയിട്ടില്ല. ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇന്നലെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തതാണ്. ഓക്കെ, ഇത് പക്ഷേ നമുക്ക് വാലിഡ് ആയില്ല, ബ്രേക്ക് ഔട്ട് വന്നില്ല, തിരിച്ച് കയറിപ്പോയി. നമുക്ക് അവിടെ ട്രേഡ് കിട്ടിയില്ല. ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത ടൈം 12 മണിയാണ്. ഞാൻ നോർമലി രാവിലെ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും 12 മണിക്കാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എന്തായാലും അത് ഹിറ്റായില്ല. നമുക്ക് അവിടെ ഒരു ഷോട്ടൊന്നും കിട്ടിയില്ല. ഉച്ചയ്ക്ക് ശേഷം ന്യൂസ് ബേസ്ഡ് മൂവ്മെൻ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് കറക്റ്റ് 3 മണിക്ക് ശേഷമാണ് ഒരു റാലി കണ്ടത്. 3 മണിക്ക് നല്ലൊരു 166 രൂപയുടെ മൂവ്മെൻറ്റ് ബജാജ് ഫിനാൻസ് തന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 90 പോയിൻറ്റ്സിന് മേലെ മൂവ്മെൻറ്റ് കിട്ടിയതാണ്. നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. അപ്പം സ്റ്റോപ്പ് ലോസ് ഇല്ല. സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലാണ്. തിരിച്ചു വന്ന് ഇട്ടായാലും എനിക്ക് ലോസ് വരാനില്ല. സോ ലെറ്റ്സ് സി. ഈ ഒരു ട്രേഡ് മാക്സിമം നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. സോ 3000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റായി. 1:10 എക്സാക്ട്ലി 1:10 അടുപ്പിച്ച് ഓക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബജാജിൻ്റെ അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് 7035 നമുക്ക് 7034 എക്സിറ്റ് ആവാം. ഓക്കെ, 144 പോയിൻറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ഇന്നേ വരെ ബജാജിൻ്റെ അപ്പർ സർക്യൂട്ട് കണ്ടിട്ടില്ല. ഐ മീൻ അപ്പർ സർക്യൂട്ടിൽ എക്സിറ്റ് ആയിട്ടില്ല. ഇന്ന് അതിനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇല്ല. എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതല്ല, സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എൻ്റെ ബ്രേക്ക് ഈവനിൽ തന്നെയാണ്. ഞാൻ ആദ്യം വെച്ച സ്റ്റോപ്പ് ലോസാണ് ഇപ്പം കാണുന്നത്. 12 പോയിൻ്റാണ് ഞാൻ വെച്ച സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് എൻ്റെ ബ്രേക്ക് ഈവനിൽ തന്നെയാണ്. അപ്പോൾ ആദ്യമേ എൻ്റെ ഈ ഒരു ട്രേഡ് തിരിച്ച് വന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 400 റുപ്പീസോളം ലോസ് വരുമായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഓൾറെഡി 3000 റുപ്പീസിന് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡാണ്. ഈ മാസം മൊത്തം ഞാൻ ഇങ്ങനത്തെ ട്രേഡ്സാണ് എടുത്തത്. എനിക്കൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. സോ മാക്സിമം നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ലെറ്റ്സ് സി. ഈ ഒരു ട്രേഡ് അപ്പർ സർക്യൂട്ട് എത്തുമെന്ന് നോക്കാം. ഇനി കുറച്ചും കൂടി ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മതി. ഇപ്പോൾ ഓൾറെഡി ബജാജ് ഫിനാൻസ് 9.3% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ എന്തായാലും നോക്കാം. മൂവ്മെൻറ്റ് വരുന്നുണ്ട്. 3200 നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തോട്ട് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ടാർഗറ്റും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ടാർഗറ്റ് ലിമിറ്റ് ഓർഡറിലാണ് ഇടുന്നത്. 7000
നമ്മൾ ടാർഗറ്റും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നോക്കാം ടാർഗറ്റ് എത്തുമെന്ന് നോക്കാം. സോ ഒരു ഡിപ്പൊക്കെ വന്നു. നമ്മളിവിടെ ഒരു നല്ല മൂവ്മെൻറ്റ് തന്നിട്ട് പിന്നെ പകുതിയോളം പ്രോഫിറ്റ് എടുത്തിട്ട് പോയി. ഇപ്പോൾ 4,000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് മൂവ്മെൻ്റ് ഒക്കെ വരുന്നത്. പക്ഷേ ഇടയ്ക്കൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 900 രൂപയൊക്കെ പ്രോഫിറ്റ് ആയതാണ്. ഇവിടെ 3,200 നിന്ന് ഒരു ലെവലിൽ 3,200 രൂപ പ്രോഫിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഡിപ്പ് അടിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് 900 രൂപ ആയതാണ്. ഇപ്പോൾ 4,000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. നമ്മൾ എക്സിറ്റ് ഓർഡറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 7,034 അതായത് നമ്മുടെ എന്താ പറയുക, അപ്പർ സർക്യൂട്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ എക്സിറ്റ്. സോ അപ്പർ സർക്യൂട്ട് ഹിറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജസ്റ്റ് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്താണ് ഇപ്പം മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം ഹിറ്റാവും. ഹിറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതെൻ്റെ ആദ്യത്തെ അപ്പർ സർക്യൂട്ട് ആയിരിക്കും ബജാജ് ഫിനാൻസിലെ. ഓക്കെ, $3,600. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. സോ ടാർഗറ്റ് മിസ്സായത് 4 പോയിൻ്റാണ്. ഓക്കെ, 4.5 പോയിൻ്റാണ് ടാർഗറ്റ് മിസ്സായത്. ഹിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. 4,000 പ്രോഫിറ്റ് ഇന്നിപ്പം 3,400. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. മാക്സിമം ടാർഗറ്റ് ഹിറ്റാവുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഹിറ്റാവും. എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പർ സർക്യൂട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ അപ്പർ സർക്യൂട്ടിൽ പോയി എക്സിറ്റ് ആവുന്നത്. സോ എന്തായാലും ഞാൻ ടാർഗറ്റ് ഹിറ്റായിട്ട് എക്സിറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. ട്രേഡ് കംപ്ലീറ്റ് ആയി. അപ്പർ സർക്യൂട്ട് ഹിറ്റായി. 4,290 രൂപ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നല്ല റിസ്ക് റിവാർഡാണ്. നമ്മൾ വെയിറ്റ് ചെയ്തു. അത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ അപ്പർ സർക്യൂട്ടാണ്. എന്തായാലും നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 79 താഴെയായിരുന്നു. 79 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 1:13 നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ആയത് 7,034 ഓക്കെ, സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആവാം. അപ്പം നമുക്ക് റിസ്ക് റിവാർഡ് കറക്റ്റ് നോക്കാം എത്രയാണ്. ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് 6,079 ഓക്കെ, 1:12.89 ആണ് നമ്മുടെ ഇന്നത്തെ റിസ്ക് റിവാർഡ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു SL ആദ്യമേ 8 ആയിരുന്നെന്നുണ്ടെങ്കിൽ 400 രൂപയ്ക്ക് അടുപ്പിച്ച് ലോസ് വരത്തുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്കത് പ്രോഫിറ്റായിട്ട് കിട്ടിയത് 4,300 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. ഓക്കെ, നല്ലൊരു എക്സിറ്റും ആയിരുന്നു. എക്സിറ്റ് ആയതിനു ശേഷം പിന്നെ അപ്പോൾ എന്തായാലും നല്ലൊരു ട്രേഡായിരുന്നു. ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് എൻട്രി എടുത്തത്. ഇന്നലത്തെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇന്നൊരു OBS ആയിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും നല്ല ഹൈ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഇന്നലെ 3 മണിക്ക് ശേഷമാണ് നല്ല മൂവ്മെൻറ്റ് വന്നത്. ഇന്നലെ വൈകുന്നേരം റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്താണ്. നല്ല റിസൾട്ടായിരുന്നു ബജാജ് ഫിനാൻസിന്. അപ്പോൾ ഇന്നലെ ആ ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂറുണ്ട്, 3 തൊട്ട് 3:30 വരെ 200 പോയിൻ്റാണ് മൂവ് ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒബിയസ്ലി നല്ല റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നു രാവിലെ കിട്ടിയത്. ഞാൻ എൻട്രി എടുക്കുന്നതിന് മുന്നേ വരെ 5 മിനിറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കുന്ന മുന്നേ വരെ തന്നെ, ഞാൻ എൻട്രി എടുക്കുന്ന സമയം വരെ 374 പോയിൻ്റാണ് ബജാജ് മൂവ് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെയാണ് എൻട്രി കിട്ടിയത്. 400 പോയിൻ്റോളം മൂവ് ചെയ്തിട്ടാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ, ഒരു ഫ്ലാഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. ആ ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ടിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഇതൊരു ഫ്ലാഗാണ്, ഇതൊരു ബേസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ടിൽ ഞാൻ എൻട്രി എടുത്തു. എൻട്രി എടുത്ത് തൊട്ട് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. 10 പോയിന്റ് മാത്രമേ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഏതാണ്ട് 143 പോയിന്റ് കിട്ടി. സോ ഞാൻ ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുന്ന തൊട്ട് മുന്നെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു എൻട്രി എടുക്കുന്നത്, ബ്രേക്ക് ഔട്ടിന് മുന്നേ എൻട്രി എടുക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു സീക്രട്ട് സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ വെച്ചോ. അത് ഞാൻ റിവീൽ ചെയ്യാം. കുറച്ചും കൂടി നമ്മുടെ സബ്സ്ക്രൈബർ ബേസ് ഒക്കെ ഒന്ന് ഗ്രോ ചെയ്തിട്ട് ഞാൻ റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻട്രി എടുത്തു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചു, ഇത്രയും മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എക്സിറ്റ് ആയത് നേരത്തെ പറഞ്ഞ പോലെ അപ്പർ സർക്യൂട്ടിലാണ്. എൻട്രി എടുക്കാനുള്ള വലിയ റീസൺസ് ഒന്നും ഇല്ല. ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. കാര്യം ഓബിയസ് ആയിരുന്നു, ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് കിട്ടി. ബജാജിന് നല്ല റിസൾട്ടാണ്. ഇന്നലത്തെ ഒരു വൈകുന്നേരത്തെ ഒരു 30 മിനിറ്റിലെ മൂവ്മെൻറ്റ് തന്നെ നോക്കുക, 200 പോയിൻറ്റോളം മൂവ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഇന്നലെ ബജാജിന് കിട്ടിയില്ല. കാര്യം ട്രേഡിംഗ് ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി മൂവ്മെൻറ്റാണ് ഇന്ന് കണ്ടത്. അപ്പർ സർക്യൂട്ട് ഹിറ്റായി. അപ്പം നോർമലി ബജാജ് പഴയ റിസൾട്ട് ഡേയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മൂവ്മെൻറ്റ് തരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സോ നോർമലി ഞാൻ ഈ ന്യൂസ് ഒന്നും നോക്കാറില്ല. പക്ഷേ ഇന്നലെ ഇത്രയും മൂവ്മെൻറ്റ് ഒരു 3 മണിക്ക് ശേഷം തന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഇന്ന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എൻട്രി എടുത്ത് എനിക്കൊരു 100 പോയിൻറ്റിന് മേലെ, അതായത് 3000 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടിയതാണ്. ഇവിടെ നിന്ന് ഒരു 110 പോയിൻറ്റ് മൂവ് ചെയ്താണ്. എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ വന്നു, ഒരു റീട്രേസ്മെൻറ്റ് വന്നു. ഒരു ഹൈയിൽ നിന്ന് വീണ്ടും ഒരു 90 പോയിൻറ്റ് താഴോട്ട് വന്നു. എനിക്ക് ഏതാണ്ട് 700 രൂപ 600 രൂപയായിരുന്നു ഇവിടെ പ്രോഫിറ്റ്. 3000 രൂപയിൽ നിന്ന് ഇത്രയും രൂപ താഴോട്ട് വന്നു. എന്നിട്ടാണ് തിരിച്ച് കയറിപ്പോയി നമ്മുടെ ടാർഗറ്റ് ഹിറ്റായത്. സോ പേഷ്യൻസ് വേണം. നമ്മുടെ അനാലിസിസിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. എക്സിറ്റും എൻട്രിയൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിന് മാത്രം എക്സിറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.